ബഹിരാകാശത്തിന്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു പിക്ചർ എംപ്റ്റി സ്പേസ് ആണ്. പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ട്രക്ചേഴ്സ് ഒഴികെ ബഹിരാകാശം തികച്ചും തരിശും വിരളവും വലിയ തോതിൽ വോയിഡ് സ്പേസുമാണ്. അതായത് വലിയ തോതിൽ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ വലുതാണ്. ഏകദേശം മില്യൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും, അതായത് 2 ഗ്രഹങ്ങൾ തമ്മിൽ. എന്നാൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ശരാശരി ദൂരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ ദൂരം താരതമ്യേന ചെറുതാണ്. നക്ഷത്രം തമ്മിലുള്ള ദൂരം പ്രകാശവർഷങ്ങളിലാണ് നമ്മൾ അളക്കുന്നത്. അതായത് നക്ഷത്രങ്ങൾ തമ്മിൽ അത്രയും ദൂരമായിരിക്കും എന്നാണ് പറയുന്നത്. നക്ഷത്ര സമൂഹങ്ങൾ ഗാലക്സികളിലാണ്. അവിടെ അത് വാതകം, പൊടി, പ്ലാസ്മ എന്നിവയാൽ യോജിപ്പിക്കപ്പെടുന്നു. എന്നിരുന്നാലും വ്യക്തിഗത ഗാലക്സികൾ, ഇൻഡിവിജ്വൽ ഗാലക്സികൾ തമ്മിൽ ഇതിലും വലിയ നീളത്താൽ വേർതിരിക്കപ്പെടുന്നു. അതായത് ഓരോ ഇൻഡിവിജ്വൽ ഗാലക്സികളും വലിയ അളവിൽ, അതായത് ഒരുപാട് പ്രകാശവർഷം അകലെ ആയിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ്. പ്രപഞ്ചത്തിൽ ഇത്രയും വലിയ ദൂരങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രപഞ്ചത്തിലെ ഒരു ഊർജ സ്രോതസ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഡീപ്പ് സ്പേസ്, അതായത് വളരെ ആഴത്തിലുള്ള സ്പേസിൻ്റെ താപനില എന്നത് എന്താണ്? ശരിക്കും എന്തായിരിക്കും അവിടുത്തെ താപനില കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബഹിരാകാശത്തിൻ്റെ താപനില എന്താണെന്ന് നമ്മൾ ഓൺലൈനിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏതാനും ഡിഗ്രി മുതൽ ദശലക്ഷത്തിലധികം കെൽവിൻ വരെ നമുക്ക് കാണിക്കുന്നതാണ്. അതായത് വിവിധ ഉത്തരങ്ങളാണ് അവിടെ ലഭിക്കുക. ബഹിരാകാശത്തിൻ്റെ ആഴത്തിലുള്ള താപനിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രധാനമായിട്ടും 3 നിയമങ്ങൾ തീർച്ചയായിട്ടും ബാധകമാണ്. അതിനെ ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത് താപനിലയും ചൂടും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങളൊരു നിശ്ചിത അളവിലുള്ള ഹീറ്റ് എനർജി എടുത്ത് അബ്സല്യൂട്ട് 0 ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് പെട്ടെന്ന് വേഗത്തിൽ തന്നെ കൈനറ്റിക് എനർജി നേടും. എന്നിരുന്നാലും ആ സിസ്റ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് ഒരേ അളവിലുള്ള താപം വളരെ വ്യത്യസ്തമായിട്ടുള്ള അളവിൽ അവിടുത്തെ താപനിലയെ മാറ്റും. അതായത് ആ പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ചില പാർട്ടിക്കിൾസിൽ താപം കൂടുതലായിരിക്കും, ചില പാർട്ടിക്കിൾസിൽ താപം കുറവായിരിക്കും. അവിടുത്തെ താപനിലയെ അത് മാറ്റും. ഇതിൻ്റെ ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ വേറെ എവിടെയും തന്നെ പോകണ്ട, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം നോക്കിയാൽ മാത്രം മതി. അതായത് ഒരു പർവ്വതം കയറിയ ആർക്കും സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നത് പോലെ നിങ്ങൾ എത്ര ഉയരത്തിൽ പോകുന്നോ നിങ്ങൾക്ക് ചുറ്റുമുള്ള വായു അത്രയും തണുത്തതായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഊട്ടി, അതുപോലെ തന്നെ കൊടൈക്കനാൽ, പിന്നെന്താ നമ്മുടെ ഇവിടെ അടുത്തുള്ള പാലക്കാടാണെങ്കിൽ നമ്മുടെ നെല്ലിയാമ്പതി. അവിടേക്ക് ആ ഉയരത്തിൽ നമ്മൾ മല കയറിപ്പോയി ഉയരത്തിലാണല്ലോ. അവിടെ എത്തിയാൽ അവിടുത്തെ തണുപ്പും അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഭയങ്കര കോൾഡായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ പ്രകാശം പരത്തുന്ന സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് റേഡിയേഷൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭൂമിയുടെ ഗ്രൗണ്ടിൽ നിന്ന് വളരെ ഉയരത്തിലാണല്ലോ, ആ അകലത്തിലുള്ള ഡിഫറൻസ് കൊണ്ടോ അല്ല, മറിച്ച് മർദ്ദത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. താഴ്ന്ന മർദ്ദത്തിൽ ചൂട് കുറയുകയും തന്മാത്രാ കൂട്ടിയിടികൾ കുറയുകയും ചെയ്യും. അങ്ങനെ അവിടുത്തെ താപനിലയും കുറയുന്നു. എന്നാൽ നിങ്ങൾ അങ്ങേ അറ്റം ഉയരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എർത്തിൻ്റെ തെർമോസ്ഫിയറിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആ ഒരു ഹയസ്റ്റ് എനർജി റേഡിയേഷൻ വരുമ്പോൾ അവിടുത്തെ മോളിക്യൂൾസ് അത് സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെ ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് ആ മോളിക്യൂൾസ് വിഭജിക്കപ്പെടുന്നു. തുടർന്ന് ആ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്താകുകയും അവയെ അയണീകരിക്കുകയും ചെയ്യുന്നു. ആ പാർട്ടിക്കിൾസിൻ്റെ ഡെൻസിറ്റി എന്നത് വളരെ ചെറുതാണെങ്കിലും ഓരോ പാർട്ടിക്കിൾസിനുമുള്ള എനർജി വളരെ ഉയർന്നതാണ്. മാത്രവുമല്ല ഈ അയണൈസ്ഡ് പാർട്ടിക്കിൾസിന് അവയുടെ താപം വികിരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. തൽഫലമായി അവ വളരെ ചെറിയ ചൂട് മാത്രമേ വഹിക്കുന്നുള്ളൂവെങ്കിലും അവയുടെ താപനില വളരെ വലുതാണ്. നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റിൻ്റെ അന്തരീക്ഷ ഊഷ്മാവല്ല പ്രധാനം. പകരം നിലവിലുള്ള ഊർജ സ്രോതസ്സുകൾ സമ്പർക്കം പുലർത്തുന്ന വസ്തുക്കളെ ചൂടാക്കുന്നതിൽ അവരെ എത്രത്തോളം മികച്ചതാണ് എന്നതാണ് നോക്കേണ്ടത്. നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുകയാണെങ്കിൽ, അതായത് നേരെ മുകളിലോട്ട് പോയാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വരുന്ന താപമോ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള കണങ്ങളോ ഒന്നുമല്ല നമ്മുടെ താപനിലയുടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന വികിരണമാണ് നമ്മുടെ താപനിലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്.
സോ അവിടെ നമ്മുടെ സന്തുലിത താപനില നിർണ്ണയിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ പൂർണ്ണ സ്പെക്ട്രമാണ്. നിങ്ങൾ ബഹിരാകാശത്താണെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻകമിങ് റേഡിയേഷൻ്റെ, അതായത് അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ്റെ ടോട്ടൽ അളവ് നിങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന റേഡിയേഷൻ്റെ അളവിന് തുല്യമായിരിക്കുമ്പോഴാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്രഹം എടുക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിന് കട്ടിയുള്ളതും ചൂട് പിടിക്കുന്നതുമായിട്ടുള്ള അന്തരീക്ഷമാണുള്ളത്. അത് ആ ഗ്രഹം സോഴ്സ് ഓഫ് റേഡിയേഷൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇരുണ്ട ഒരു നിറമാണ് അതിനുള്ളത്, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് ആന്തരിക താപം സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഗ്രഹമാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഇക്വിലിബ്രിയം എന്നത് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും, അതായത് ഹയർ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ എത്രത്തോളം ആഗിരണം ചെയ്യുന്നുവോ, എത്രത്തോളം റേഡിയേഷൻ നമ്മൾ ആഗിരണം ചെയ്യുന്നുവോ അത്രയും നേരം ആ ഊർജം വീണ്ടും വികിരണം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കത് നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചൂടാകും. നിങ്ങളൊരു വസ്തുവിനെ എടുത്ത് ബഹിരാകാശത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ താപനില നിർണ്ണയിക്കുന്ന ഒരേ ഒരു കാര്യം അതിൻ്റെ സമീപത്തുള്ള താപത്തിൻ്റെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള അകലം മാത്രമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളതിൽ നിന്നുള്ള ദൂരമാണ്. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വാതക മേഘങ്ങൾ മുതലായവ അത് നിങ്ങളുടെ താപനില നിർണ്ണയിക്കുന്നു. നിങ്ങളിൽ സംഭവിക്കുന്ന റേഡിയേഷൻ്റെ അളവ് കൂടുന്തോറും നിങ്ങളുടെ ചൂടും അവിടെ കൂടുകയാണ്. നെക്സ്റ്റ്, റേഡിയേഷൻ പുറപ്പെടുവിപ്പിക്കുന്ന ഏത് ഉറവിടത്തിനും ആ വികിരണ സ്രോതസ്സ്, ആ റേഡിയേഷൻ്റെ സ്രോതസ്സ് നിങ്ങൾക്ക് എത്ര തെളിച്ചമുള്ളതാണെന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ചതുരാകൃതിയിലുള്ള ദൂരത്തിൽ ഒന്നായി തെളിച്ചം കുറയുന്നു. ദ ബ്രൈറ്റ്നസ് ഫോൾസ് ഓഫ് അസ് 1/the distance of squared. അതിനർത്ഥം നിങ്ങളെ സ്വാധീനിക്കുന്ന ഫോട്ടോണുകളുടെ എണ്ണം, നിങ്ങളുടെ മേലുള്ള ഫ്ലക്സ് സംഭവം, നിങ്ങൾ ആഗിരണം ചെയ്യുന്ന ഊർജത്തിൻ്റെ ആകെ അളവും, അതുപോലെ തന്നെ വികിരണം പുറപ്പെടുവിപ്പിക്കുന്ന വസ്തുവിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്തോറും കുറയുന്നു. ഇത്രയും കാര്യങ്ങൾ, ഫോട്ടോണിൻ്റെ എണ്ണം, ആഗിരണം ചെയ്യുന്ന ഊർജത്തിൻ്റെ അളവ്, അതെല്ലാം നമ്മൾ ഏത് സ്രോതസ്സിൻ്റെ അടുത്താണോ ആ സ്രോതസ്സിൽ നിന്ന് അകന്നു പോകുന്തോറും അതും കുറയാൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ ദൂരം ഇരട്ടിയാക്കുക, ആ സ്രോതസ്സിൽ നിന്നും ഡബിൾ ഇരട്ടിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേഡിയേഷൻ്റെ 4/1 മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി 3 ഇരട്ടിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9/1 മാത്രമേ ലഭിക്കുകയുള്ളൂ റേഡിയേഷൻ്റെ. ഇനി അത് 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ വികിരണത്തിൻ്റെ 100/1 മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 മടങ്ങ് ദൂരത്തേക്ക് യാത്ര ചെയ്യാം. കൂടാതെ 1 ദശലക്ഷത്തിൽ ഒരു തുച്ഛമായിട്ടുള്ള വികിരണം മാത്രമേ നിങ്ങളെ ബാധിക്കുകയുള്ളൂ. സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ അകലം എന്നത് 93 ദശലക്ഷം മൈൽ അല്ലെങ്കിൽ 150 ദശലക്ഷം കിലോമീറ്ററാണ്. സോ ഭൂമിയുടെ അതേ പ്രതിഫലന ക്ഷമതയുള്ളതും ആഗിരണ സ്പെക്ട്രമുള്ളതും എന്നാൽ ചൂട് നിലനിർത്താൻ അന്തരീക്ഷമില്ലാത്ത ഒരു ഗ്രഹമാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ താപനില എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അത്തരം ഒരു ഗ്രഹത്തിൻ്റെ താപനില -21 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമ്മുടെ ഭൂമിയുടെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു ഗ്രഹം. സൗരയൂഥത്തിലെ മിക്ക സ്ഥലങ്ങളിലും താപത്തിൻ്റെയും വികിരണത്തിൻ്റെയും പ്രധാന ഉറവിടം നമ്മുടെ സൂര്യനാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ താപനിലയുടെ പ്രധാന മധ്യസ്ഥൻ നമ്മുടെ സൂര്യനാണ്. ഇനി നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ അന്തരീക്ഷമില്ലാത്ത ഒരു ഗ്രഹം നമ്മുടെ ഭൂമിയുടെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ താപനില എന്നത് -21 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്നത്. സോ സൂര്യനിൽ നിന്ന് ഭൂമിയുടെ അകലത്തിൽ അത്രയും ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഗ്രഹത്തിനുണ്ടാകുക. സോ ആ ഗ്രഹം, ആ സെയിം ആയിട്ടുള്ള ഗ്രഹം നമ്മുടെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും താപനില എന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഗ്രഹം മെർക്കറിയുടെ ആ ഒരു പോയിന്റിൽ വരികയാണെങ്കിൽ ഏകദേശം 404 കെൽവിൻ ആയിരിക്കും അവിടുത്തെ താപനില. വീനസിൻ്റെ പോയിന്റിലോട്ട് വരികയാണെങ്കിൽ 297 കെൽവിൻ ആയിരിക്കും. മാർസിൻ്റെ അടുത്താണെങ്കിൽ 204 കെൽവിൻ. ജൂപ്പിറ്റർ ആണെങ്കിൽ 111 കെൽവിൻ ആയിരിക്കും. സാറ്റേണിൻ്റെ അടുത്താണ് ആ ഗ്രഹം വരുന്നതെങ്കിൽ 82 കെൽവിൻ. യുറാനസ് 58 കെൽവിൻ. ആൻഡ് നെപ്റ്റ്യൂൺ 46 കെൽവിൻ. സോ ഇതൊക്കെയായിരിക്കും അവിടുത്തെ താപനില ആ ഒരു ഗ്രഹം അതിൻ്റെ സ്ഥാനത്തോട്ട് വരികയാണെങ്കിൽ. എന്നിരുന്നാലും സൂര്യനിൽ നിന്ന് യാത്ര തുടരുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര തണുപ്പ് ലഭിക്കുമെന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ ഭൂമി സൂര്യൻ ദൂരത്തിൻ്റെ 100 മടങ്ങ് ദൂരത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശവർഷത്തിൻ്റെ 1% അകലത്തിലായിരിക്കുമ്പോഴോ നിങ്ങളെ ബാധിക്കുന്ന വികിരണം പ്രാഥമികമായിട്ട് ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിരിക്കില്ല. അതായത് സൂര്യനിൽ നിന്ന് മാത്രമുള്ള റേഡിയേഷൻ ആയിരിക്കില്ല നിങ്ങളെ ബാധിക്കുന്നത്. പകരം ഗാലക്സിയിലെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നുള്ള വികിരണം
വികിരണവും ബഹിരാകാശത്തെ വാതകങ്ങളിൽ നിന്നും പ്ലാസ്മകളിൽ നിന്നുമുള്ള ആ ഒരു താഴ്ന്ന ഊർജവും ആ ഒരു റേഡിയേഷനും നിങ്ങളെ ചൂടാക്കാൻ തുടങ്ങും. നിങ്ങൾ സൂര്യനിൽ നിന്ന് കൂടുതൽ അകന്നു പോകുമ്പോൾ ഏകദേശം നിങ്ങളുടെ താപനില 10നും 20 കെൽവിനും ഇടയിലാവുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. ദെൻ പൊതുവെ നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾക്കിടയിൽ ഖരവസ്തുക്കൾ, വാതകങ്ങൾ, പ്ലാസ്മകൾ എന്നിവയുൾപ്പെടെ എല്ലാ തരം ഘട്ടത്തിലും ദ്രവ്യത്തെ കണ്ടെത്താനാകും. ഈ നക്ഷത്രാന്തര ദ്രവ്യത്തിൻ്റെ 3 പ്രധാന ഉദാഹരണങ്ങളാണ് വാതകത്തിൻ്റെ തന്മാത്രാ മേഘങ്ങൾ. ഈ മേഘങ്ങൾക്കുള്ളിലെ താപനില ഒരു നിർണായക മൂല്യത്തിന് താഴെയായി വരുമ്പോൾ അത് കൊളാപ്സ് ആവും. ദെൻ രണ്ടാമത്തെ വാം ഗ്യാസ് ആണ്. കൂടുതലും ഹൈഡ്രജൻ ആണ് കാണപ്പെടുന്നത്. നക്ഷത്ര വെളിച്ചത്തിൽ നിന്നുള്ള ചൂടാക്കൽ കാരണം അത് കറങ്ങാൻ ആരംഭിക്കുന്നു. ദെൻ മൂന്നാമത്തെ അയണൈസ്ഡ് പ്ലാസ്മകളാണ്. പ്രധാനമായും നക്ഷത്രങ്ങൾക്കും നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന പ്രദേശങ്ങൾക്കും സമീപം സംഭവിക്കുന്നതാണിത്. പ്രധാനമായും ഏറ്റവും പ്രായം കുറഞ്ഞതും ചൂടേറിയതും നീല നിറത്തിലുള്ളതുമായ നക്ഷത്രങ്ങൾക്ക് സമീപം കാണപ്പെടുന്നു. പ്ലാസ്മകൾക്ക് സാധാരണയായി 1 ദശലക്ഷം കെൽവിൻ താപനിലയിൽ എത്താൻ കഴിയും. കൂടാതെ വാം ഗ്യാസ് സാധാരണയായി ആയിരക്കണക്കിന് കെൽവിൻ താപനില കൈവരിക്കുന്നു. വളരെ സാന്ദ്രമായ തന്മാത്രാ മേഘങ്ങൾ സാധാരണയായി തണുപ്പാണ്, അതായത് 30 കെൽവിൻ അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും. ഇതിൽ ഭൂരിഭാഗവും അവിശ്വസനീയം വിധം വിരളവും വളരെ കുറച്ച് ചൂടും വഹിക്കുന്നതുമാണ്. സോ ഈ 3 കൂട്ടം ദ്രവ്യം നിലനിൽക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ സാധാരണ ദ്രവ്യം കൊണ്ട് നിർമ്മിച്ച ഒരു ഖരവസ്തു സ്ഥാപിക്കുകയാണെങ്കിൽ ആ വസ്തു വല്ലാതെ തണുക്കുകയും അത് ആഗിരണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചൂട് പ്രസരിപ്പിക്കുകയും ചെയ്യും. ശരാശരി നക്ഷത്രാന്തര ബഹിരാകാശത്തിൻ്റെ താപനില നിങ്ങൾ ഇപ്പോഴും ഒരു ഗാലക്സിക്കുള്ളിൽ വാതകത്തിൻ്റെ സാന്ദ്രത, നിങ്ങളുടെ സമീപത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം തുടങ്ങിയ അളവുകളെ ആശ്രയിച്ചിരിക്കുന്നു. ഏകദേശം 10 കെൽവിനും അതിനും കുറവായിട്ട് 10,000 കെൽവിനും ഇടയിലായിരിക്കും ആ ഒരു വസ്തുവിൻ്റെ താപനില. വാതകത്തിൻ്റെ സാന്ദ്രതയും നിങ്ങളുടെ സമീപത്തെ നക്ഷത്രങ്ങളുടെ എണ്ണവും പോലെയുള്ള അളവുകളെ ആശ്രയിച്ചിരിക്കുന്നു അവിടുത്തെ താപനില. ദെൻ പ്രപഞ്ചത്തിൻ്റെ താപനില ഏകദേശം 2.7 കെൽവിനാണെന്ന് നിങ്ങൾ കേട്ടിരിക്കാം. എന്നിരുന്നാലും ഗാലക്സിയിലെ പ്ലാസ്മയും അടങ്ങിയ വസ്തുക്കളിൽ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്നത് ചുവന്ന ഭീമൻ നക്ഷത്രങ്ങളാണ്. അവയുടെ പുറംപാളികൾ പുറന്തള്ളുന്നു. ഒരു പ്രീ പ്ലാനറ്ററി നെബുലകൾ ഉണ്ടാക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും തണുപ്പുള്ളത് ബുംറാൻ നെബുലയാണ്. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമുണ്ട്. അതിൽ നിന്ന് ദൃശ്യവും ഇൻഫ്രാറെഡ് പ്രകാശവും വരുന്നുണ്ട്. എങ്കിലും നക്ഷത്രത്തിൽ നിന്ന് പുറന്തള്ളുന്ന പദാർത്ഥം വേഗത്തിൽ തണുക്കുന്നു. ഈ ഒരു നെബുല ഏകദേശം 1Kയിൽ തന്നെ തുടരുന്നു. ഇത് പ്രപഞ്ചത്തിലെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഏറ്റവും തണുപ്പുള്ള സ്ഥലമായിട്ട് മാറ്റുന്നു. മിക്കവാറും പല പ്രീ പ്ലാനറ്ററി നെബുലകളും കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തലത്തേക്കാൾ തണുപ്പുള്ളതാണ്. അതായത് ഗാലക്സികൾക്കുള്ളിൽ ഇടയ്ക്കിടെ ഇന്റർ ഗാലക്റ്റിക് സ്പേസിൻ്റെ ആഴത്തിൽ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. ഗാലക്റ്റിക് സ്പേസിൻ്റെ ഏറ്റവും ആഴമേറിയ ആഴങ്ങളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കണമെങ്കിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പോലെയുള്ള ഒരു ദൂരദർശിനി ആവശ്യമാണ്. എന്നാൽ ജെയിംസ് വെബിലുള്ള പല സെറ്റിംഗ്സും ഇവിടെ ആവശ്യമില്ല. ഏകദേശം 70K വരെ ദൂരദർശിനിയെ നിഷ്ക്രിയമായിട്ട് അത് തണുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ 5 പാളി സൺഷീൽഡ് തീർത്തും അനാവശ്യമായി തീരും ഇവിടെ. അതുപോലെ തന്നെ ആക്റ്റീവ് കൂളന്റ് പമ്പ് ചെയ്യപ്പെടുകയും ദൂരദർശിനിയുടെ ഉള്ളിലൂടെ ഒഴുകുകയും ഒപ്റ്റിസിസിനെയും മിസ് ഇൻഫ്രാറെഡ് ഉപകരണത്തെയും 7K വരെ തണുപ്പിക്കുകയും ചെയ്യുന്നു. അതും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഗാലക്റ്റിക് സ്പേസിൽ സ്ഥാപിക്കുക. അത് നിഷ്ക്രിയമായി തണുക്കും. ഏകദേശം സ്വന്തമായി 2.7K വരെ അത് തണുത്തിരിക്കും. ബഹിരാകാശത്തിൻ്റെ താപനില എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം നിങ്ങൾ എവിടെയാണെന്നും ഏത് ഊർജ്ജ സ്രോതസ്സുകളാണ് നിങ്ങളെ ബാധിക്കുന്നതെന്നും അറിയാതെ നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് ആൻസർ പറയാൻ കിട്ടില്ല. നമുക്ക് തോന്നാം ബഹിരാകാശത്ത് വളരെ ചൂടായിരിക്കും, നമ്മൾ പോയാൽ കത്തിപ്പോവുന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നാം. പക്ഷേ അതല്ല അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അതായത് കണികകൾ ഉയർന്ന താപനിലയിലായിരിക്കാം, പക്ഷേ നിങ്ങൾ സ്വയം തണുപ്പിക്കുന്നത് പോലെ അവ നിങ്ങളെ ചൂടാക്കില്ല. ഒരു നക്ഷത്രത്തിന് സമീപം ആ നക്ഷത്രത്തിൻ്റെ വികിരണമാണ് ആധിപത്യം പുലർത്തുന്നത്. ഒരു ഗാലക്സിക്കുള്ളിൽ നക്ഷത്ര പ്രകാശത്തിൻ്റെ ആകെ തുകയും വാതകത്തിൽ നിന്ന് വരുന്ന വികിരണം ചെയ്യപ്പെട്ട താപവും നിങ്ങളുടെ താപനിലയെ നിർണ്ണയിക്കുന്നു. മറ്റെല്ലാം ഉറവിടങ്ങളിൽ നിന്നും വളരെ അകലെ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തലത്തിൻ്റെ വികിരണം ആധിപത്യം പുലർത്തുന്നു. അതിവേഗം വികസിക്കുന്ന ഒരു നെബുലയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും തണുത്ത താപനില കൈവരിക്കാൻ കഴിയും. പ്രപഞ്ചം ഇതുവരെ കേവല 0ത്തിലേക്ക് എത്തുന്ന ആ ഒരു താപനില വരെ.
സോ അടുത്ത തവണ പ്രപഞ്ചത്തിൻ്റെ ആഴത്തിൽ എത്ര തണുപ്പ് പിടിക്കുമെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുമ്പോൾ ഉത്തരം എവിടെയാണ് തിരയേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഏത് ഊർജ്ജ സ്രോതസ്സാണോ നമ്മുടെ അടുത്തിരിക്കുന്നത് അതിനെ അപേക്ഷിച്ചിരിക്കും ആ ഒരു സ്ഥലത്തെ താപനില. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.